ചില മനുഷ്യർ സഹതാപം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നുണ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കുന്നതിന് വേണ്ടി നുണ പറയും. ചില ആളുകളെ നിങ്ങൾക്കറിയാം, അവരിങ്ങനെ നിങ്ങളെ കണ്ണീരണിയിപ്പിക്കുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കഷ്ട നഷ്ട അനുഭവങ്ങളുടെ കഥ. ആരും അല്ലാത്തവർ, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ, അനാഥ ബാല്യമുള്ളവർ, ഏകാന്തമായ കൗമാര്യമുള്ളവർ, ഇങ്ങനെ കഥ പറയുമ്പോൾ പാവപ്പെട്ട നിങ്ങളങ്ങ് വീണു പോകും. ഫ്ലാറ്റാക്കാനായിട്ട് ഇവർ നുണകളുടെ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കയറി നിങ്ങളിങ്ങനെ ഫ്ലാറ്റായി പോകുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. അത്തരത്തിലുള്ള നുണ പറച്ചിൽ ചിലർക്കതൊരു ഭയങ്കര രോഗമായിട്ടും മാറാറുണ്ട്. ഫാബുലിസ്റ്റുകൾ എന്നവർ പറയാം. അതായത് ഫാബുലസ് ആയിട്ടുള്ള കഥ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കഥ പറയുന്നതിന് കഴിവുള്ള ആളുകൾ റൈറ്റേഴ്സൊക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ ക്രിയേറ്റീവ് ലൈയിങ് ഉണ്ട്. നമ്മൾ ഈ അപസർപ്പക നോവലൊക്കെ എഴുതാൻ സാധിക്കുന്നവർ ഈ ക്രിയേറ്റീവ് ലൈയിങ് നടത്തുന്നവരാണ്. വളരെ സൃഷ്ടിപരമായിട്ട് നുണ പറയാൻ കഴിയുന്ന ആളുകൾ, വിശ്വസിപ്പിക്കുന്ന അവിശ്വസനീയ കാര്യം, അതൊരു കപ്പാസിറ്റി കൂടിയാണ്.